ഹായ് ആൾ. ചാൾസ് ഡിക്കൻസിൻ്റെ എ ക്രിസ്മസ് കരോൾ എന്ന നോവലിലെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ ചാൾസ് ഡിക്കൻസ് ആരായിരുന്നു എന്ന് നോക്കാം. ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഓഫ് ദ വിക്ടോറിയൻ പീരീഡ്, നോൺ ഫോർ ഹിസ് വിവിഡ് ക്യാരക്ടേഴ്സ് ആൻഡ് പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ വിക്ടോറിയൻ പീരീഡ് എന്നുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. വിക്ടോറിയൻ ഏജ്, എലിസബത്തൻ ഏജ്, അങ്ങനെ കുറേ ഏജസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 1800s ശേഷം വരുന്നതാണ് വിക്ടോറിയൻ പീരീഡായിട്ട് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ കഴിവായിട്ട് കാണുന്നത് ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുമ്പോൾ ഓരോരുത്തർക്കും വളരെ പെക്യൂലിയർ ആയിട്ടുള്ള യുണീക്ക് ക്യാരക്ടേഴ്സ് കൊടുക്കുമായിരുന്നു. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ശക്തമായ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. He wrote about poverty, injustice and social inequality, drawing from his own difficult childhood when he had to work in a factory. ചാൾസ് ഡിക്കൻസിന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വളരെ കഷ്ടത നിറഞ്ഞ ഒരു ചെറുപ്പകാലമായിരുന്നു. ഫാക്ടറികളിൽ ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്താണ്, അനീതി എന്താണ്, സമൂഹത്തിലുള്ള ഒരു ഇന്നീക്വാളിറ്റി ഒക്കെ നേരിട്ട് അനുഭവിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം ഈ കുറേ കാര്യങ്ങൾ നമുക്ക് ആ സമൂഹത്തിലെ മിഡിൽ ക്ലാസ്സോ ലോവർ ക്ലാസ്സിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വളരെ എവിഡൻ്റ് ആയിരുന്നു. അതുവരെയുള്ള റൈറ്റേഴ്സ് ആരും തന്നെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അധികം ഗ്ലാമറസ് അല്ലാത്ത ടോപ്പിക്സിനെ പറ്റിയിട്ട് എഴുതുമായിരുന്നില്ല. അപ്പം ഹീ ഈസ് കൺസിഡേർഡ് ടു ബി എ പയനിയർ. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ എഴുതിയൊരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക്സ് ഇൻക്ലൂഡ് എ ക്രിസ്മസ് കാരൽ, ഒലിവർ ട്വിസ്റ്റ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡേവിഡ് കോപ്പർഫീൽഡ്. സോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നോവൽസാണ്. ദെൻ ഡിക്കൻസ് ബിക്കെയിം വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റേഴ്സ് ഓഫ് ദിസ് ടൈം, യൂസിങ് ലിറ്ററേച്ചർ ടു പ്രൊമോട്ട് കമ്പാഷൻ ആൻഡ് സോഷ്യൽ റിഫോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പിൽക്കാലത്ത് വന്ന റൈറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തു, വായനക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തിന്? ഒരു സമൂഹത്തിനൊരു മാറ്റം കൊണ്ടുവരാനാവട്ടെ, അല്ലെങ്കിൽ കമ്പാഷൻ, എല്ലാവരോടും ഒരു കരുണയുള്ള പ്രവൃത്തി നമ്മൾ ആൾക്കാരോട് ചെയ്യുക, ആ ഒരു രീതിയിൽ അദ്ദേഹം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കേണ്ട വിക്ടോറിയൻ പീരീഡിൽ എഴുതിയിരുന്ന ഒരു ഓഥറായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ നൊവല്ലയിലേക്ക് വരാം. ദി ക്രിസ്മസ് കാരൽ ഇസ് എ നോവല്ല ബൈ ചാൾസ് ഡിക്കൻസ്. അപ്പോൾ ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുള്ള നോവല്ലയാണ് എ ക്രിസ്മസ് കാരൽ. സോ നോവല്ല എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടേംസ് പഠിക്കുന്ന സമയത്ത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റോറിയേക്കാൾ വലുതായിരിക്കും, പക്ഷേ നോവലിൻ്റെ അത്ര നീളം ഉണ്ടാവില്ല. അതാണ് നോവല്ല. സോ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഓൺ 19 ഡിസംബർ 1843. സോ ഒരു ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ടായിരുന്നു ക്രിസ്മസ് കരോൾ പബ്ലിഷ് ചെയ്തിരുന്നത്. ഇറ്റ് ബിലോങ്സ് ടു ദ ജോണേഴ്സ് ഓഫ് ഗോസ്റ്റ് സ്റ്റോറി, വിക്ടോറിയൻ ഗോത്ത് ആൻഡ് അലഗറി. 3 രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ഒന്ന് ഗോസ്റ്റ് സ്റ്റോറി, അഥവാ ഒരു പ്രേതകഥ, അല്ലെങ്കിൽ വിക്ടോറിയൻ ഗോത്തിക് എന്ന് പറയുന്നതും ഈ പ്രേതങ്ങളായിട്ടൊക്കെ റിലേറ്റഡ് സൂപ്പർ നാച്ചുറൽ ഫിഗേഴ്സൊക്കെ വരുന്നതിനെയാണ് ഗോത്തിക് എന്ന് പറയുക. ആൻഡ് അലഗറി എന്ന് പറയുമ്പോൾ ഒരു ഗുണപാഠം, നമുക്ക് ഈ ഒരു കഥ വായിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഗുണപാഠം ലഭിക്കും. ദി സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ലണ്ടൻ ഡ്യൂറിങ് ദി വിക്ടോറിയൻ ഇറ. ഇപ്പോൾ 1840s വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ അഥവാ ലണ്ടനിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് വരുന്നത്. ദി പ്രൊട്ടഗണിസ്റ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ് ആ പേര്, എബനെസർ സ്ക്രൂജ്, മൈസർലി കോൾഡ് ഹാർട്ടഡ് ഓൾഡ് മാൻ. സോ വളരെ മൈസർ അല്ലെങ്കിൽ മൈസർലി എന്ന് പറഞ്ഞാൽ പിശുക്കൻ, നമ്മൾ ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അത്രയ്ക്ക് ഒരു പിശുക്കനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എബനെസർ സ്ക്രൂജ്. അദ്ദേഹമാണ് ഈ കഥയുടെ ഒരു മെയിൻ ക്യാരക്ടർ. അപ്പോൾ തന്നെ ആലോചിക്കാം, നമ്മൾ എപ്പോഴും കഥകളിൽ കാണുക ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരിക്കും മെയിൻ ക്യാരക്ടർ. അപ്പം ഇങ്ങനെ പിശുക്കനായിട്ടും ദുഷ്ട മനസ്സായിട്ടുള്ള ആൾക്കാരെല്ലാം എപ്പോഴും വില്ലന്മാരായിട്ടാണ് വരിക. പക്ഷേ ഈ ഒരു നോവലിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനത്തെ ഒരു വില്ലൻ കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള ആളാണ് നമ്മുടെ മെയിൻ പ്രൊട്ടഗണിസ്റ്റ്. സമ്മറി നോക്കാം. Ebenezer Scrooge is a cold, greedy, unpleasant old man who hates Christmas. അപ്പോൾ ക്രിസ്മസിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വളരെ കോൾഡ് ഹാർട്ടഡ് ആയിട്ടൊരു ആരോടും ഒരു സ്നേഹവും അനുകമ്പയും ഇല്ലാത്ത, ഗ്രീഡി ആയിട്ട് അത്യാഗ്രഹിയും എന്നാൽ ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു പിശുക്കനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എബനെസർ സ്ക്രൂജ്. ഹീ മിസ്ട്രീറ്റ്സ് ഹിസ് ക്ലർക്ക് ബോബ് ക്രാച്ചറ്റ്, റെഫ്യൂസിങ് ഈവൻ ബേസിക് കംഫർട്ട് ലൈക്ക് വാംത്ത്. സോ കഥ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പായിരിക്കും. ആ ഒരു തണുത്ത മഞ്ഞ് വീഴുന്ന ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ എപ്പോഴും ചെയ്യേണ്ടി വരിക റൂമിനുള്ളിൽ തീ കായേണ്ടി വരും. സോ അങ്ങനെ തീ കാഞ്ഞാണ് അവരൊക്കെ ആ ഒരു ചൂട് കീപ്പ് ചെയ്യുക. പക്ഷേ ഇയാൾ വളരെ പിശുക്കനായതുകൊണ്ട് തന്നെ എബനെസർ സ്ക്രൂജ് എന്ത് ചെയ്യുമായിരുന്നു, ആ കൂടെ ഉള്ള ക്ലർക്കിന് ബോബിന് അത്യാവശ്യത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് പോലും
തീക്കനൽ എടുക്കാൻ പോലും അനുവദിക്കില്ല, കാരണം അതിന് കാശ് വേണമല്ലോ. അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. He rejects his nephew Fred's Christmas invitation and refuses to donate a charity, saying the poor should go to the prisons or workhouses. അപ്പം അടുത്ത് നെഫ്യൂ, ഒരു അനന്തരവനായിട്ടുള്ള ഫ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു അനന്തരവൻ വരുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അയാളെ ഓടിച്ച് വിടുവാണ്, എനിക്ക് ക്രിസ്മസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്രിസ്മസിന് എന്താ ഇത്ര ആഘോഷിക്കാനിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയാളെ ഓടിച്ച് വിടുന്നുണ്ട്. പിന്നെ ചാരിറ്റിയിലേക്ക് കാശ് കൊടുക്കുന്നില്ല. ഇയാൾ വളരെ വളരെ കാശുള്ളൊരു വ്യക്തിയാണ് ഈ എബനേസർ സ്ക്രൂജ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പാവപ്പെട്ടവർക്ക് ചാരിറ്റി കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പാവപ്പെട്ടവരാണെങ്കിൽ ഒന്നിൽ ജയിലിൽ പോയി കിടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും അഗതി മന്ദിരത്തിലോ സത്രത്തിലോ ഒക്കെ പോയി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ. ഹി ഈസ് ഫൂളിഷ് ആൻഡ് വേസ്റ്റ് ടൈം ആൻഡ് മണി. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട്. വേണമെങ്കിൽ ഒരു 1 വേർഡായിട്ട് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യന് എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണ് ക്രിസ്മസിനെ പറ്റിയിട്ടുള്ള എബനേസർ സ്ക്രൂജിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി കൺസിഡേഴ്സ് ക്രിസ്മസ് ഈസ് ഫൂളിഷ് ആൻഡ് വേസ്റ്റ് ടൈം ആൻഡ് മണി. നമ്മുടെ സമയവും കാശും ഒക്കെ കളയുന്ന മണ്ടന്മാരുടെ ഒരു പരിപാടിയാണ് ക്രിസ്മസ് എന്നാണ് പറയുക. അറ്റ് ഹോം സ്ക്രൂജ് ഈസ് വിസിറ്റഡ് ബൈ ദി ഗോസ്റ്റ് ഓഫ് ഹിസ് ഡെഡ് പാർട്ട്ണർ ജേക്കബ് മാർലി. പക്ഷെ അന്നൊരു പ്രത്യേക ഒരു സംഭവം നടക്കും. ക്രിസ്മസിന് ഒരു 2 ദിവസം മുന്നേ ആണിത്. ഈ ഫ്രെഡൊക്കെ വരുന്നുണ്ട്, അവരെയൊക്കെ ഓടിച്ച് വിട്ടിട്ട് ഇദ്ദേഹം എബനേസർ സ്ക്രൂജ് വീട്ടിലേക്ക് തിരികെ പോകുന്നു. വീട്ടിലും സെയിം അവസ്ഥ, മെഴുകുതിരി പോലും കത്തിച്ച് വെച്ച് കയറത്തില്ല, കാരണം മെഴുകുതിരിയുടെ കാശ് ചിലവാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അത്രയും പിശുക്കനായിട്ട് ജീവിക്കുകയാണ്. അപ്പോഴാണ് മുന്നേ മരിച്ചുപോയ തൻ്റെ പാർട്ട്ണറായിട്ടുള്ള ബിസിനസ് പാർട്ട്ണറായിരുന്ന ജേക്കബ് മാർലിയുടെ ഗോസ്റ്റ് അവിടെ എത്തുന്നുണ്ട്. ജേക്കബ് മാർലി ഓൾറെഡി മരിച്ചുപോയ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗോസ്റ്റ് അവിടെ വരുന്നുണ്ട്. മാർലി അപ്പിയേഴ്സ് burdened with heavy chains, symbols of greed and selfishness he practiced in life. അപ്പോൾ ആ ഒരു ഗോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്, ചെയിൻസിലാണ് വരുന്നത്. അതായത് ചങ്ങലക്കിട്ട പോലെ വളരെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സിംബലൈസസ് ദാറ്റ് ഗ്രീഡി ആയിരുന്നു, ആ മനുഷ്യനും വലിയ അത്യാഗ്രഹിയായിരുന്നു. പിന്നെ സെൽഫിഷായിട്ട് ആൾക്കാർക്ക് ഒരു നന്മയും ചെയ്യാണ്ട് അത്യാഗ്രഹിയായിട്ട് ജീവിച്ചിരുന്നു. ആ ഒരു സമയത്ത് ആ ജീവിതത്തിന് കിട്ടിയൊരു പണിഷ്മെൻ്റ് എന്നോണമാണ് ഗോസ്റ്റ് പോലും ചങ്ങലയിൽ വരുന്നത്. മാർലി വാണ്ട്സ് സ്ക്രൂജ് ദാറ്റ് ഹീ വിൽ സഫർ ദി സെയിം ടെറിബിൾ ഫേറ്റ് അൺലെസ് ഹീ ചേഞ്ചസ്. അപ്പോൾ മാർലി വന്നിട്ട് പറയുന്ന കാര്യം, എൻ്റെ ഈ വിധി തന്നെയാണ് നിനക്ക് വരാൻ പോകുന്നത്, അൺലെസ് നീ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നീ മാറണം, നിൻ്റെ ഈ ഒരു സ്വഭാവം നീ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇതേ വിധിയായിരിക്കും നിനക്ക് വരിക. നീ മരിച്ചു കഴിഞ്ഞ് നീ ഒരു പ്രേതമായാൽ പോലും നിനക്ക് എന്ത് കിട്ടില്ല, സമാധാനം കിട്ടില്ല. ഹി ടെൽസ് സ്ക്രൂജ് ദാറ്റ് 3 spirits വിൽ വിസിറ്റ് ടു ഹെൽപ്പ് ഹിം റിഫോം. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ എന്നെ പോലെയല്ല, നിനക്കൊരു ഓപ്ഷൻ ദൈവം തരുന്നുണ്ട്. 3 സ്പിരിറ്റ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ദുഷ്ടാത്മാവ് എന്ന് പറയുന്ന പോലെയല്ല, എന്തോ ഒരു അതർ വേൾഡിലെ ഒരു സ്പിരിറ്റ്, ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാനായിട്ട് ഒരു സ്പിരിറ്റ്, 3 സ്പിരിറ്റ് നിൻ്റെ അടുത്തേക്ക് വരും. അവർ നിന്നെ റിഫോം ചെയ്യാൻ, നിനക്കൊരു നന്നാവാനുള്ളൊരു ചാൻസ് അവർ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഗോസ്റ്റ് ഒഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആലോചിക്കുക, ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു, ഫ്രണ്ടുമായിട്ട് എബനേസർ സ്ക്രൂജിനുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക. ഇനി നമുക്ക് ഗോസ്റ്റുകളെ കാണാം. അപ്പം 3 സ്പിരിറ്റ് അഥവാ 3 ഗോസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വരുന്നതാണ് ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പാസ്റ്റ്. കഴിഞ്ഞു പോയ ഒരു ക്രിസ്മസിൻ്റെ സ്പിരിറ്റ് അഥവാ ഗോസ്റ്റാണ് വരുന്നത്. ദിസ് സ്പിരിറ്റ് ടേക്സ് സ്ക്രൂജ് ബാക്ക് ടു ഹിസ് ഓൺ ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞു പോയതാണ്. എബനേസർ സ്ക്രൂജിൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്തുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് വിഷൻ പോലെ നമുക്ക് കാണിച്ചിരുന്ന ഒരു കാഴ്ചയായിട്ടാണ്. സ്ക്രൂജ് സീസ് ഹിംസെൽഫ് ആസ് എ ലോൺലി ചൈൽഡ് ലെഫ്റ്റ് ബിഹൈൻഡ് അറ്റ് സ്കൂൾ ഡ്യൂറിങ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ ആരും കൊണ്ടുപോകാനില്ലാണ്ട് ഒറ്റയ്ക്കിരിക്കേണ്ടി വന്ന ഒരു ഒരു കുട്ടി, ഒറ്റപ്പെട്ട ഒരു കുട്ടിയായിട്ടാണ് സ്ക്രൂജിനെ തന്നെ കാണുന്നത് ക്രിസ്മസ് ടൈമിലേക്ക്. ഹി റിമെമ്പേഴ്സ് ഹാപ്പിയർ ടൈംസ് വിത്ത് ഫെസിവിക്, എ ജോയ്ഫുൾ എംപ്ലോയർ ഹു സെലിബ്രേറ്റഡ് ക്രിസ്മസ് ജനറസ്ലി. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കുട്ടിക്കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല എബനേസർ സ്ക്രൂജിൻ്റെ ഒപ്പം. ഫ്രണ്ട്സും ഇല്ല, വീട്ടുകാരും നാട്ടുകാരൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു സന്തോഷം ഇല്ലാണ്ടാണ് ക്രിസ്മസ് ടൈം ഫുൾ കരഞ്ഞു തീർത്തിട്ടുണ്ട്. ആ ഒരു ട്രോമയിൽ നിന്നും ആയിരിക്കാം ക്രിസ്മസിനോടുള്ള ഈ ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുക. പിന്നീട് ഫെസിവിക് എന്നൊരു എംപ്ലോയറിൻ്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അയാൾ വളരെ ജനറസ് ആയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ക്രിസ്മസ് ടൈമിലൊക്കെ പിന്നീട് കുറച്ചും കൂടി യൂത്തിലേക്ക് ആയപ്പോഴത്തേക്കും എബനേസർ സ്ക്രൂജ് അത്യാവശ്യം നല്ല സന്തോഷത്തിലുണ്ടായിരുന്നു. യൂത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ജോലിയൊക്കെ ഉണ്ട്. ഹി ഓൾസോ റിലീവ്സ് ദി മൊമെൻറ്റ് വെൻ ഹിസ് ഫിയാൻസി ബെല്ലെ ലീവ്സ് ഹിം ബിക്കോസ് ഹി വാല്യൂസ് മണി മോർ ദാൻ ലവ്. അപ്പോൾ ഈ ഒരു യൂത്തിലെത്തുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അത്യാവശ്യം നല്ല മാറ്റമൊക്കെ വരുന്നുണ്ട്. കാശ് പണം വേണം എന്നൊരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താ സംഭവിക്കുന്നത്, ബെല്ലേന്ന് പറഞ്ഞിട്ട് ഒരു ഫിയാൻസി ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചൊരു പെൺകുട്ടി. ആ കുട്ടി ഇയാളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ബിക്കോസ് കാശാണ് ഇയാൾക്ക് പ്രധാനം, സ്നേഹമല്ല. അപ്പോൾ അങ്ങനെയുള്ളടത്ത് നിൽക്കേണ്ടെന്ന് എഴുതിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബെല്ലെ വിട്ടു പോവുകയാണ്. ദീസ് മെമ്മറീസ് സോഫൻ സ്ക്രൂജ് ആൻഡ് ഫിൽ ഹിം വിത്ത് റിഗ്രറ്റ്. സോ ഈ കാര്യം എത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ സ്ക്രൂജ് നല്ല വയസ്സായിട്ടുണ്ട്, പക്ഷേ എന്തായിട്ടില്ല, കല്യാണമില്ല, കുടുംബമില്ല, എന്നിട്ട് പോലും എങ്ങനെയും കാശ് സേവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത്യാവശ്യം വിഷമം വരുന്നുണ്ട്. എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയല്ലോ, ഞാൻ ഹാപ്പി ആയിരുന്നു, എന്നിട്ട് എനിക്ക് എൻ്റെ എനിക്കൊരു വൈഫ് കിട്ടുമായിരുന്നു, ഞാൻ തന്നെയാണ് അത് നശിപ്പിച്ചതെന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കുറച്ചൊരു നിരാശാബോധം വരുന്നുണ്ട്. ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പ്രസൻറ്റ്. അടുത്ത ദിവസം അടുത്ത സ്പിരിറ്റ് വരുന്നുണ്ട്. അതെന്താണ്, എന്ത് സ്പിരിറ്റാണ്? പ്രസൻറ്റിൽ. സോ ഈ സ്പിരിറ്റ് എല്ലാം വരുന്നത് ഒരു 2:30 മണിക്ക് ആണ് വരുന്നത്. പുലർച്ചെ ഒരു 2:30 മണിയാവുന്ന സമയത്തേക്കാണ് വരുന്നത്. ആ ഡീറ്റെയിൽസ് എല്ലാം നോവലിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ദ സ്പിരിറ്റ് ഷോസ് ഹൗ അതേഴ്സ് സെലിബ്രേറ്റ് ക്രിസ്മസ് വിത്ത് ജോയ് ആൻഡ് വാംത്ത്. ഇത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കാലഘട്ടത്തിൽ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഗോസ്റ്റാണ്, ക്രിസ്മസ് ഗോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് ക്രിസ്മസിനെ വളരെ സന്തോഷത്തോടും വാംത്തോടും പരസ്പര സ്നേഹത്തോടും ഒക്കെ എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പിരിറ്റ് കാണിച്ചു കൊടുക്കുന്നത്. സ്ക്രൂജ് വിസിറ്റ്സ് ദി ക്രാച്ചിറ്റ് ഫാമിലി ആൻഡ് സീസ് ദെയർ പോവേർട്ടി ബട്ട് ഓൾസോ ദെയർ സ്ട്രോങ് ലവ് ആൻഡ് യൂണിറ്റി. സോ ക്രാച്ചിറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ബോബ് ക്രാച്ചിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലർക്ക് അവിടെയുള്ള ബോബ് ലീവ് ചോദിക്കുന്നുണ്ട്. ക്രിസ്മസ് ടൈമിൽ എനിക്ക് 1-2 ദിവസത്തെ ലീവ് തരുമോ ചോദിക്കുമ്പോഴത്തേക്കും കൊടുക്കുന്നില്ല. ക്രിസ്മസിന് അന്ന് മാത്രം ലീവ് കൊടുത്തിട്ട് പിറ്റേന്ന് രാവിലെ എത്തിക്കോണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഈ ഒരു ഗോസ്റ്റ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താ കാണുന്നത്, അതീവ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ് ബോബിൻ്റെ ഫാമിലി. പക്ഷെ അവർ പരസ്പരം നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല. ഇത്രയും ദാരിദ്ര്യം ഉണ്ടായിട്ട് പോലും ഒന്നിച്ച് ഒരുമയോടുകൂടി ജീവിക്കുകയാണ്. ഹി മീറ്റ്സ് ടൈനി ടിം, ബോബ്സ് ഇൽ സൺ, ഹൂസ് ഇന്നസെൻറ്റ് ടച്ചസ് സ്ക്രൂജ് ഡീപ്ലി. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്, അപ്പോൾ സ്വന്തം എംപ്ലോയറാണ്, തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ്, എന്നിട്ട് പോലും ബോബിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഒരിക്കൽ പോലും എബനീസർ സ്ക്രൂജിന് അറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോഴാണ് ടൈനി ടിം എന്ന് പറഞ്ഞിട്ട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. ബോബിൻ്റെ മകൻ ആരോഗ്യം കുറഞ്ഞൊരു പയ്യനാണ്, അവന് കുറേ പ്രശ്നങ്ങളുണ്ട്, ബോഡി കറക്റ്റായിട്ട് ഡെവലപ്ഡ് അല്ല, അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആണ്. എന്നിട്ട് പോലും ആ കുട്ടീനെ പറ്റിയിട്ട് പോലും ഇന്ന് വരെ എബനീസർ സ്ക്രൂജിന് അറിയില്ലായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും നല്ല വിഷമം വരുന്നുണ്ട്. ഹി ഓൾസോ സീസ് ഫ്രെഡ്സ് ചിയർഫുൾ ക്രിസ്മസ് ഗ്യാതറിംഗ് വെയർ പീപ്പിൾ ലാഫ്, പ്ലേ ഗെയിംസ് ആൻഡ് വിഷ് വെൽ ഈവൻ ടു സ്ക്രൂജ്. അപ്പോൾ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഫ്രെഡിൻ്റെ അടുത്തേക്കാണ്. ഫ്രെഡ് ആദ്യമേ വന്നിരുന്നു, അനന്തരവനാണ്. അപ്പോൾ ഫ്രെഡ് അവിടെ ഒരു ചാരിറ്റി പോലത്തെ ഒരു പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് അവിടെ ഒരു ക്രിസ്മസ് പാർട്ടി അറേഞ്ച് ചെയ്യുവാണ്. അവിടെ ആരെത്തിയില്ല, സ്ക്രൂജ് പോയിട്ടില്ല, കാരണം അവിടെ പോയാൽ കാശ് ചിലവാകുന്ന രീതിയിൽ പോകുന്നില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫ്രെഡ് അവരെ കൊണ്ട് എബനീസർ സ്ക്രൂജിന് പോലും നല്ലത് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്കും സന്തോഷത്തിൽ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ദ ഗോസ്റ്റ് ഓൾസോ ഷോസ് ഇഗ്നറൻസ് ആൻഡ് വാണ്ട് ടു സഫറിങ് ചിൽഡ്രൻ, സിംബലൈസിങ് സൊസൈറ്റീസ് നെഗ്ലക്റ്റ് ഓഫ് ദി പുവർ. സോ ഇനി വേറെ 2 കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇഗ്നറൻസും വാണ്ടും. ആൾക്കാർ അവരെന്ത് ചെയ്യുവാണ്, നോക്കുന്നില്ല, ക്രിസ്മസ് ടൈമിൽ അവരെ നോക്കുന്നില്ല, അവരെ അടുത്ത് ചേർത്ത് നിർത്തുന്നില്ല. പക്ഷേ ആ കുട്ടികൾക്ക് എന്താണ്, അവർക്കൊരു നീഡ്, ഒരു വാണ്ട്, എന്നെ ആരെങ്കിലും കൊണ്ടുപോയെങ്കിൽ എനിക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന 2 കുട്ടികളെയും കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ ഗോസ്റ്റാണ് വരുന്നത്, ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് യെറ്റ് ടു കം. ഇനി വരാൻ പോകുന്ന ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ്, വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ ഗോസ്റ്റ് അഥവാ ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് ഫ്യൂച്ചർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞു, പ്രസൻറ്റ് കഴിഞ്ഞു, ഇനി ഫ്യൂച്ചറാണ് കാണിച്ചു കൊടുക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ഡ്രീം ഓർ വിഷൻ. ദിസ് ഡാർക്ക് സൈലൻറ്റ് സ്പിരിറ്റ് ഷോസ് എ ഫ്രൈറ്റനിങ് ഫ്യൂച്ചർ. സോ ഇതിന് മുന്നേ വന്ന സ്പിരിറ്റുകളെല്ലാം വളരെ പേടി തോന്നിപ്പിക്കാത്ത സ്പിരിറ്റുകളായിരുന്നു. കുട്ടിയെപ്പോലെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ഒരു യൂത്ത്, ഇപ്പോൾ ഉള്ള ആൾ വന്ന് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു ആ സ്പിരിറ്റുകൾ വന്നിരുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ സ്പിരിറ്റ് വളരെ ഡാർക്കായിട്ട് പേടി തോന്നിക്കുന്ന ഒരു സ്പിരിറ്റായിരുന്നു. ഒന്നും സംസാരിക്കാതെ ഫ്യൂച്ചറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്ക്രൂജ് സീസ് പീപ്പിൾ ഡിസ്കസിങ് ദ ഡെത്ത് ഓഫ് എ മാൻ വിത്ത് നോ ഗ്രീഫ് ഓർ റെസ്പെക്റ്റ്. അപ്പോൾ ആൾക്കാർ ഒരാളുടെ മരണത്തിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യനാണ് മരിച്ചെന്നൊരു വിഷമമോ ഒരു ബഹുമാനമോ ഒന്നുമില്ലാതെ സംസാരിക്കുവാണ്. തീവ്സ് ഈവൻ സ്റ്റീൽ ഫ്രം ദി ഡെഡ് മാൻസ് ഹോം. അപ്പോൾ ആൾക്കാർ ഇടയ്ക്ക് പോയിട്ട്
ഇയാളുടെ വീടിനുള്ളിൽ കയറിയിട്ട് മോഷണം വരെ നടത്തുന്നുണ്ട്. അങ്ങനെയല്ലേ സ്ക്രൂജ് സീസ് എ നെഗ്ലക്റ്റഡ് ഗ്രേവ് വിത്ത് ഹിസ് ഓൺ നെയിം ഓൺ ഇറ്റ്. അപ്പോഴേക്കുമാണ് സ്ക്രൂജ് കാണുന്നത് സ്വന്തം പേരുള്ള ഒരു കല്ലറ. അപ്പോൾ സാധാരണ ക്രിസ്മസ് ടൈമിന് ആരെങ്കിലുമൊക്കെ അവിടെ പൂക്കൾ കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ക്യാൻഡിൽസ് കത്തിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആരും വരാനില്ലാത്തൊരു കല്ലറയായിട്ട് സ്ക്രൂജിൻ്റെ കല്ലറ മാറുകയാണ്. ഹി റിയലൈസസ് ദി അൺലൗഡ് ഡെഡ് മാൻ ഈസ് ഹിംസെൽഫ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് താൻ തന്നെയാണ് ആ മരിച്ചുപോയ വ്യക്തി എന്നുള്ളത്. ഇനി ദ ക്രാച്ചഡ് ഫാമിലി ഗ്രീവ്സ് ഫോർ എ ഡെഡ് ടൈനി ടിം. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ബോബ് അവിടുത്തെ ജോലിക്കാരനായിരുന്നല്ലോ, അയാൾക്കെങ്കിലും സ്നേഹം ഉണ്ടാവില്ലേ എന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ അതിനേക്കാളും വലിയൊരു ട്രാജഡി നടന്നു. ബോബിൻ്റെ സുഖമില്ലാണ്ടിരുന്ന മകൻ ടൈനി ടിം അവനും മരണപ്പെടുകയാണ്. അപ്പോൾ ആ ഫാമിലി ഫുള്ള് ആ കുട്ടിയുടെ മരണത്തിൽ ഷെയ്ക്കണായിട്ട് അവിടെ ഇരിക്കുവാണ്. ടെറിഫൈഡ് ഹി പ്രോമിസസ് ടു ചേഞ്ച് ആൻഡ് ലീവ് കൈൻഡ്ലി. അപ്പോൾ ഈ സീൻസൊക്കെ കണ്ടപ്പോഴത്തേക്കും സ്ക്രൂജിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഗോസ്റ്റിനൂടെ പേടി തോന്നിയിട്ട് തിരികെ വരുന്നുണ്ട്. ഇനി എൻ്റെ ലൈഫ് നല്ലതായിരിക്കും എന്ന് പ്രോമിസ് ചെയ്ത് തിരികെ വരികയാണ്. സ്ക്രൂജ് വേക്സ് അപ്പ് ഓൺ ക്രിസ്മസ് മോർണിംഗ് റിലീവ്ഡ് ആൻഡ് ജോയ്ഫുൾ ദാറ്റ് ഹീ ഈസ് അലൈവ്. അപ്പം ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഈ ഒരു യാത്ര കഴിഞ്ഞ് എണീക്കുന്ന ദിവസം ക്രിസ്മസ് ആയിട്ടുണ്ട്. അപ്പോൾ മരിച്ചില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് വളരെ ഒരു സന്തോഷമുണ്ട്, മരിച്ചില്ലല്ലോ എന്ന്. ഹീ ബിക്കംസ് ജനറസ് വാം ആൻഡ് കെയറിങ്. അന്ന് മുതൽ അദ്ദേഹം മുഴുവൻ ഈ ചിന്താഗതിയെ മാറിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് തീരുകയാണ്. ഹി സെൻസ് എ ബിഗ് ടർക്കി ടു ദ ക്രാച്ചറ്റ്സ്, ഡൊണേറ്റ്സ് ടു ചാരിറ്റി ആൻഡ് ജോയിൻസ് ഫ്രെഡ്സ് ക്രിസ്മസ് സെലിബ്രേഷൻ. അന്ന് രാവിലെ തന്നെ ടർക്കി എന്ന് പറയുന്നത് വലിയൊരു ഡിഷാണ്. അവരുടെ അവിടെ ചെയ്തിട്ട് ക്രിസ്മസ് ടൈമിലൊക്കെ കഴിക്കുന്നതാണ്. ടർക്കി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ക്രാച്ചറ്റ് ഫാമിലിയിൽ ബോബിൻ്റെ ഫാമിലിക്ക് കൊടുക്കുകയാണ്. പിന്നെ ചാരിറ്റിക്ക് കുറേ കാശ് കൊടുക്കുന്നുണ്ട്. ഫ്രെഡിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഹി ഗിവ്സ് ബോബ് ക്രാച്ചറ്റ് എ റേസ് ആൻഡ് ഹെൽപ്സ് ടൈനി ടിം ഹു ഗ്രോസ് ഹെൽത്തി ആൻഡ് ഹാപ്പി. ഉടനെ തന്നെ ബോബിന് ചെയ്യുന്ന ജോലിക്കുള്ള കാശ് പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം മാറ്റിയിട്ട് ആവശ്യമുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട്. ടൈനി ടിമ്മിനെ നോക്കാൻ ആവശ്യമായ കാശ് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ടിമ്മിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയായിട്ട് അവൻ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. സ്ക്രൂജ് ബിക്കംസ് നോൺ ആസ് എ മാൻ ഓഫ് കൈൻഡ്നെസ് ആൻഡ് എംബഡീസ് ദ ട്രൂ സ്പിരിറ്റ്സ് ഓഫ് ക്രിസ്മസ്. അപ്പോൾ കഥ അവസാനിക്കുന്ന സമയം എത്തുമ്പോഴത്തേക്കും സ്ക്രൂജ് ഇപ്പോൾ പഴയ പോലത്തെ ഒരു പിശുക്കനായിട്ടുള്ളൊരു മനുഷ്യനല്ല. ആ നാട്ടിൽ തന്നെ ഏറ്റവും കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ശരിക്കും ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ളൊരു സ്പിരിറ്റാണ് ക്രിസ്മസിൻ്റെ ഒരു സ്പിരിറ്റ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ഉള്ളിലേക്ക് എടുത്തിട്ട് എബൻസർ സ്ക്രൂജ് നന്നാവുന്നതിലാണ് കഥ അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 ഗോസ്റ്റും വരുമ്പോൾ അപ്പിയറൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഗോസ്റ്റ് ഓഫ് പാസ്റ്റ് ഇസ് എ മിക്സ് ഓഫ് ചൈൽഡ് ആൻഡ് ആൻ ഓൾഡ് മാൻ വിത്ത് എ ബ്രൈറ്റ് ഫ്ലിക്കറിങ് ലൈറ്റ് ഓൺ ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ഒരു കുട്ടിയുടെയും ഒരു ഓൾഡ് മാനെയും പോലെ തോന്നുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കളർ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ പോലെയുള്ളൊരു വ്യക്തിയായിട്ടാണ് ആദ്യത്തെ ഗോസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ ഗോസ്റ്റ് അല്പം കൂടി വളർന്ന ഒരാളാണ്. ഒരു ജോളി ഫിഗറാണ്. ഒരു ഗ്രീൻ റോബ് ഇട്ടിട്ടുണ്ട്, ഒരു ഗ്രീൻ കോട്ട് പോലൊരു വസ്ത്രമുണ്ട്, കയ്യിലൊരു ടോർച്ചും ഉണ്ട്. ഇനി മൂന്നാമത്തതാണ് അത്യാവശ്യം ഒരു പേടി തോന്നിപ്പിക്കുന്ന ഒരു രൂപം. ഒരു ക്ലോക്ക്ഡ് ഫിഗറാണ്, ബ്ലാക്ക് ഡ്രസ്സായിരിക്കും, ഫേസ് കാണാനും പറ്റില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവരുടെ ഒരു അപ്പിയറൻസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. സ്ക്രീൻഷോട്ട് എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം. ദെൻ തീംസ് നോക്കാം. റിഡംഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് സെൻറ്റേഴ്സ് ഓൺ ദി moral and spiritual transformation from greed, selfishness and cold-heartedness to kind, generosity and human warmth. വളരെ ദുഷ്ടനായ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. പിന്നെന്താ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്പാഷൻ. Through the Cratchits, the poor people Scrooge once ignored, the story emphasizes the need for compassion, justice and support for the less fortunate. It criticizes social inequality, materialistic greed and the neglect for the poor. ഇപ്പോൾ സമൂഹത്തിന് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരോടൊന്നും കരുണ കാണിക്കാത്തതിന് എതിരായിട്ടും കൂടിയാണ് ഈ ഒരു കഥ വരുന്നത്. ശരിക്കും ഹെൽപ്പ് ചെയ്യേണ്ടത് അവരെയാണ്, അല്ലാതെ ധനികരായ മനുഷ്യർ വീണ്ടും വീണ്ടും ധനികരാവുകയല്ല വേണ്ടത്. അങ്ങനത്തെ ഒരു കാര്യം കഥയിൽ വന്നു പോകുന്നുണ്ട്. ദെൻ മെമ്മറി ആൻഡ് ദി പാസ്റ്റ് ഇമ്പാക്റ്റ്. ഗോസ്റ്റ് ഫോഴ്സ് സ്ക്രൂജ് ടു കൺഫ്രണ്ട് his past childhood loneliness, broken relationships, regret, showing how early experience shaped his cold nature. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ദുഷ്ടനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു ദുഷ്ടനായതെന്ന് കാണിക്കാൻ ഈ ഒരു പാസ്റ്റ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈം ആൻഡ് മൊറാലിറ്റി. The visits by past, present and yet to come allow Scrooge to see the consequences of his attitude across time, a moral reckoning that touches on themes of morality, legacy and moral accountability. നമ്മുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ചിട്ട്
ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചർ വരിക. പക്ഷെ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എന്നെ ഒരാൾ ദ്രോഹിച്ചു, ഞാനും ഇനി ആൾക്കാരെ ദ്രോഹിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണ്. അത് കൃത്യമായിട്ട് സ്ക്രൂജിന് ഈ ഒരു സ്പിരിറ്റുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മോറൽ റെക്കണിങ്, ഒരു മോറലി ഒരു ഐ ഓപ്പണർ ആവുന്നൊരു കാലഘട്ടമാണ് ഇവിടെ സംഭവിച്ചത്. ദെൻ ചാരിറ്റി, ജനറോസിറ്റി ആൻഡ് ഹ്യൂമൻ കണക്ഷൻ. ഒരു പിന്നീട് അങ്ങോട്ട് റിലേഷൻഷിപ്പുകൾക്ക് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അപ്പോൾ തൻ്റെ എംപ്ലോയറിൻ്റെ ഫാമിലി സ്വന്തം ഫാമിലി ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഫ്രെഡിൻ്റെ കൂടെ പോകുന്നു, ചാരിറ്റിയിൽ ചേരുന്നു. അങ്ങനെ അദ്ദേഹം മണിയുടെ പേഴ്സ്യൂട്ട് മാറിയിട്ട് മനുഷ്യരെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നുണ്ട്. സോ ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിയുടെ ഫുൾ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എ ക്രിസ്മസ് ക്യാരൾ നോട്ട് ഓൺലി ഡെലിവേഴ്സ് എ കമ്പലിംഗ് ഗോസ്റ്റ് സ്റ്റോറി ബട്ട് ഓൾസോ ഓഫേഴ്സ് എ ഷാർപ്പ് മോറൽ ആൻഡ് സോഷ്യൽ ക്രിട്ടീക്ക്, urging readers to reflect on poverty, inequality, personal responsibility and the true meaning of Christmas. അപ്പോൾ വെറും ഒരു പ്രേത കഥ മാത്രമല്ല ഇത്, എന്തും കൂടെയാണ് ദാരിദ്ര്യമുള്ളവരെയും അനീതിയിൽ ജീവിക്കുന്നവരെയും, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നതാവട്ടെ, കാശിലാണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാവട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളും ഓരോ റെസ്പോൺസിബിലിറ്റിയും ഓരോ മനുഷ്യർക്കും ഉണ്ട്. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ട കാര്യമുള്ളൂ. അത് നമുക്ക് ഈ ഒരു നോവല വായിക്കുമ്പോഴേക്കും മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ രസമുള്ളൊരു എഴുത്തും കൂടെയാണ്. പറ്റുന്നുണ്ടെങ്കിൽ വായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.